ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു എഗ് പെപ്പർ മസാലയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒന്ന് വറുക്കാനുണ്ട് ഒരു മസാലക്കൂട്ട്. അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് 1.5 സ്പൂണ് മല്ലി, ഒരു 1/4 സ്പൂണ് പെരുംജീരകം, 1 സ്പൂൺ അളവിൽ കുരുമുളക്, ഒരു 10-12 വെള്ളുള്ളിയുടെ അല്ലിയും കൂടി ചേർത്ത് നല്ലതുപോലെ അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ വെള്ളുള്ളി മല്ലിയെല്ലാം നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു 3-4 സ്പൂണ് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ഇതിലേക്ക് അധികം ആവശ്യമില്ല. അതുകൂടി ചേർത്ത് നല്ലതുപോലെ അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ ഘട്ടത്തിൽ ഞാൻ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ തേങ്ങയെല്ലാം മസാല നല്ലതുപോലെ ചുവപ്പായിട്ട് നല്ല കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് ഈ സമയത്ത് നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം, ഒരുവിധം ചൂടാറിയതിന് ശേഷം നമ്മളതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുക. അപ്പോൾ ഇതേപോലെയാണ് ഞാനത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്കിത് ഒരു 4 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് തക്കാളി, ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതായത് പച്ചമുളകും കുരുമുളകാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ ഒരു സവോള, ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒരു 1.25 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിൽ ചൂടാകുന്ന സമയത്ത് ഒരു 1/4 സ്പൂൺ ഉലുവിട്ട് കൊടുക്കുക. ഉലുവ പൊട്ടി വരുമ്പോൾ ആ ഒരു സവോള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. പിന്നെ ആ പച്ചമുളക് പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. അതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. തീ അരിപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ ഈ കണ്ടീഷൻ ആവുന്ന സമയത്ത് നമ്മൾ കയ്യിലേക്ക് ആ തക്കാളി ഇതേപോലെ പൊടിയായി കട്ട് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതൊന്ന് വഴന്ന് വരാൻ വേണ്ടി 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അടച്ച് വെച്ച് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നമ്മളെ തക്കാളി ഉള്ളിയെല്ലാം ശരിക്കും ഒന്ന് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത്ര തന്നെ മുളക് പൊടി ഒരു കളറിന് വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ മുളക് പൊടി ഇതിലേക്ക് ആവശ്യമില്ല, വളരെ കുറച്ച് മതി. ഇനി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഗ്രേവിക്ക് ആവശ്യമായ കുറച്ചുകൂടി വെള്ളം ചേർത്ത് എന്നതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ നമ്മളെ ഗ്രേവിയൊക്കെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് ആ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല നേരിട്ട് തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ വെള്ളം ചേർക്കാതെ അരച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് ചേർന്നോളും. ഇനി ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് 4 കോഴിമുട്ടയ്ക്ക് അനുസരിച്ചുള്ള ഗ്രേവി മതി. അപ്പോൾ അല്പം കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? കാരണം നമ്മൾ ആ വെള്ളം ചേർക്കാതെ അരച്ചുകൊണ്ടാണ് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നത്. അപ്പോൾ പോരാത്ത ഉപ്പ് കൂടി ഇപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം ആ കോഴിമുട്ട 4 കട്ട് ചെയ്താണ് ചേർക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിച്ചോളും. അപ്പോൾ കോഴിമുട്ട കൂടി ചേർത്തു. എന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ മസാലയൊക്കെ കോഴിമുട്ടയിൽ നല്ലതുപോലെ ഒന്ന് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഗ്രേവിയുടെ തിക്നെസ്സൊക്കെ. ചൂടാറി കഴിഞ്ഞാൽ ഒന്നുകൂടി തിക്കാവും. ഇതേപോലെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഹോട്ടലിലൊന്നും നമുക്ക് ഇതുപോലെ കിട്ടില്ല. അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് നമ്മൾക്ക് അതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തു. ഇനി അതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫാക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഗ്രേവിയെല്ലാം നല്ല തിക്കായിട്ട് വന്നിട്ട് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇപ്പോൾ ഹോട്ടലിൽ നമ്മൾ പറഞ്ഞ മാതിരി ഇതൊന്നും കിട്ടില്ല. മല്ലിയും കുരുമുളകൊന്നും വറുത്തരച്ചതൊന്നും ഒരിക്കലും കിട്ടില്ല. അവിടെ നമ്മൾക്ക് സോസും അതൊക്കെ ഒഴിച്ചിട്ടായിരിക്കും ഇതേപോലെ പെപ്പർ മസാല ഉണ്ടാക്കുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ കൂടെ ചപ്പാത്തിയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പറായില്ലേ? വീണ്ടും നല്ല വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു. ഇതിൽ വേറെ